ഇന്ന് നമ്മൾ വറുത്തരച്ച ഒരു കോഴിക്കറി ആട്ടോ വെക്കണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കണത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറക്കാൻ വേണ്ടി വെച്ചിട്ട് തേങ്ങയുടെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഉണ്ട്. എൻ്റെ അടുത്ത് ആകെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്താ ചെയ്യുക, കോഴി ഒന്ന് റെഡിയാക്കി എടുക്കണം. കഴുകിയെടുക്കണ്ടേ? കഴുകാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ കഴുകുമ്പോൾ 1 മണിക്കൂറിന് മേലൊക്കെ ആവാറുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിൽ കണ്ട കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. കാണുമ്പോൾ നല്ല രസം, അതുകൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ വന്ന് അത് അരച്ചെടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണയില്ല. കറിവേപ്പില, കടുക്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെന്താ കുറച്ച് കൂടുതൽ ചെറിയുള്ളി ഇറേണ്ടത്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചെറുതായി അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കുക കേട്ടോ. വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇറേണ്ടത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ, നന്നായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ച ആ ചിക്കൻ പീസുകളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ എണ്ണയിൽ കിടന്നൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തോ. എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചു കേട്ടോ. പിന്നെ മിക്സി കഴുകി ഒഴിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ മിക്സി കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേക്കാൾ മുന്നേ ഒരു തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരണം. അടിപൊളി ടേസ്റ്റ്. പക്ഷേ എൻ്റെ ചിക്കൻ കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് വെള്ളം കൂടിപ്പോയിന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചു കേട്ടോ. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കുറുകി നല്ല ടേസ്റ്റിൽ വന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോ.